ഐക്യവും വിശ്വാസവും കൊണ്ടാടുന്ന ഉത്സവപ്പറമ്പുകൾ പലപ്പോഴും ആനന്ദത്തിന്റെയും ഒത്തുചേരലിന്റെയും വേദികളാണ്. എന്നാൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ഭയത്തിന്റെയും നടുക്കത്തിന്റെയും കറുത്ത നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ നഷ്ടവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന വൈരാഗ്യവും എങ്ങനെ ഒരു നാടിന്റെ ആഘോഷത്തെ ആകെ മുൾമുനയിൽ നിർത്തിയെന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുണ്ടറയിലെ ഞാലിയോട് അമ്പിപ്പൊയ്ക ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് നാടിനെ നടുക്കിയ അക്രമം അരങ്ങേറിയത്. കുണ്ടറ സ്വദേശിയായ അജോയ് അശോകൻ എന്ന യുവാവാണ് ഉത്സവത്തിനിടെ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കേവലം ഒരു തർക്കത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു മാനസിക സംഘർഷവും പകയുമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2 മാസം മുൻപ് അജോയ് അശോകന്റെ സഹോദരൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഈ വിയോഗം ഇയാളെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. തന്റെ കുടുംബത്തിൽ വലിയൊരു ദുരന്തം നടന്നിരിക്കെ നാട്ടിൽ ഉത്സവം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലായിരുന്നു ഇയാൾ. തന്റെ സഹോദരൻ മരിച്ചതിനാൽ ഈ വർഷം ഉത്സവം നടത്തരുത് എന്ന് ഇയാൾ ക്ഷേത്ര ഭരണസമിതിയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഭരണസമിതി യോഗം ചേരുന്ന സമയങ്ങളിൽ ഓഫീസിലെത്തി ബഹളം വെക്കുക ഇയാളുടെ പതിവായിരുന്നു. വ്യക്തിപരമായ ദുഃഖത്തിന്റെ പേരിൽ നാടിന്റെ പൊതുവായ ഒരു ആഘോഷം മാറ്റിവെക്കാൻ സാധിക്കില്ലെന്ന് ഭരണസമിതി അറിയിച്ചതോടെ അജോയ് കൂടുതൽ പ്രകോപിതനായി. സമാധാനപരമായ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഭരണസമിതി നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു വലിയ അക്രമത്തിന് ഇയാൾ മുതിരുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഉത്സവം അതിന്റെ പൂർണ്ണമായ പൊലിമയിൽ നടക്കുമ്പോഴാണ് അജോയ് അശോകൻ തന്റെ സുഹൃത്തിനൊപ്പം വടിവാളുമായി ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിയത്. കയ്യിലിരുന്ന ആയുധം വായുവിൽ വീശി ഇയാൾ ജനക്കൂട്ടത്തിന് നേരെ അലറി വിളിച്ചു. നിമിഷ നേരം കൊണ്ട് ഉത്സവപ്പറമ്പ് ഒരു യുദ്ധക്കളമായി മാറി. ഭയചകിതരായ സ്ത്രീകളും കുട്ടികളും ചിതറിയോടി. തടയാൻ ശ്രമിച്ചവർക്ക് നേരെ ഇയാൾ ആയുധം പ്രയോഗിക്കാൻ മടിച്ചില്ല. അക്രമത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ നിലവിൽ ചികിത്സയിലാണ്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കുണ്ടറ പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരമൊരു അക്രമത്തിന് പിന്നിൽ കേവലം സഹോദരന്റെ വിയോഗം മാത്രമല്ലെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. വ്യക്തിപരമായ നഷ്ടങ്ങളും ദുഃഖങ്ങളും ഏതൊരാളെയും തളർത്തുന്നവയാണ്. അജോയ് അശോകൻ എന്ന യുവാവിന്റെ മാനസികാവസ്ഥയിൽ സഹോദരന്റെ വിയോഗം വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടാകാം എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ സ്വന്തം ദുഃഖം ലോകം മുഴുവൻ പങ്കിടണമെന്നോ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ തടസ്സപ്പെടുത്തണമെന്നോ വാശി പിടിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ലഹരിയുടെ അമിത ഉപയോഗമാണോ അതോ സഹോദരന്റെ മരണം ഉണ്ടാക്കിയ കടുത്ത മാനസികാഘാതമാണോ ഇയാളെ ഇത്തരം ഒരു ക്രിമിനൽ കൃത്യത്തിലേക്ക് നയിച്ചത് എന്നത് പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലെമ്പാടും ഉത്സവ സീസൺ പുരോഗമിക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചകൾ ഇത്തരം സംഭവങ്ങളിലൂടെ വെളിവാവുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര പോലീസ് കാവലോ പരിശോധനകളോ ഉറപ്പാക്കുന്നതിൽ ഭരണസമിതികൾ പലപ്പോഴും പരാജയപ്പെടുന്നു. കുണ്ടറയിലെ സംഭവത്തിൽ ഭരണസമിതി നേരത്തെ പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് മതിയായ പോലീസ് സംരക്ഷണം ഉത്സവത്തിന് ഉണ്ടായില്ല എന്ന ചോദ്യം ബാക്കിയാണ്. നിലവിൽ കുണ്ടറ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഉത്സവത്തിന്റെ സമാധാനാന്തരീക്ഷം തകർത്തതിനും മാരകായുധങ്ങളുമായി അക്രമം നടത്തിയതിനും ഇയാൾക്ക് കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് സൂചന. ഇയാളുടെ സുഹൃത്തിന്റെ പങ്കിനെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വ്യക്തിപരമായ നഷ്ടങ്ങൾ ആർക്കും സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. എന്നാൽ ആ ദുഃഖം മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കുണ്ടറയിലെ അമ്പിപ്പൊയ്ക ദേവീക്ഷേത്രത്തിലുണ്ടായ ഈ സംഭവം സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാണ്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ആയുധം കയ്യിലെടുക്കുന്ന പ്രവണത തടയാൻ കർശനമായ നിയമ നടപടികൾ ആവശ്യമാണ്.